ഹരി ഓം തത്സത്. എല്ലാവർക്കും നമസ്കാരം. വ്യാസമഹർഷി എഴുതിയ വിശ്വസാഹിത്യത്തിലെ മഹോന്നത സൃഷ്ടിയായ നമ്മുടെ മഹാഭാരതത്തെക്കുറിച്ചുള്ള ആത്മീയ അന്വേഷണങ്ങളും പഠനങ്ങളും ഗവേഷണങ്ങളും സിനിമകളുമെല്ലാം ലോക ശ്രദ്ധയാകർഷിക്കുന്ന ഗംഭീര കാലഘട്ടം വരാൻ പോകുകയാണ്. അതുകൊണ്ട് എല്ലാ തലമുറയിൽപ്പെട്ട മലയാളികളും മഹാഭാരതത്തെക്കുറിച്ചുള്ള ഒരു രത്ന ചുരുക്കം അറിയുന്നത് വളരെ നന്നായിരിക്കും. ശ്രീകൃഷ്ണൻ്റെയും അർജുനൻ്റെയും 3 തലമുറ മുമ്പാണ് മഹാഭാരത കഥ തുടങ്ങുന്നത്. ശന്തനു മഹാരാജാവിൻ്റെ കാലത്ത് ശന്തനുവിൻ്റെ ആദ്യ ഭാര്യയായിരുന്നു ഗംഗാദേവി. ശന്തനുവിന് ഗംഗാദേവിയിലൂടെ 8 മക്കളുണ്ടായെങ്കിലും 7 മക്കളെയും ജനിച്ച ഉടൻ തന്നെ ഗംഗാദേവി ഗംഗാനദിയിൽ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. 8ാമത്തെ മകനായ ഭീഷ്മനെ വളർത്തണമെന്ന് ശന്തനു മഹാരാജാവ് അഭ്യർത്ഥിച്ചപ്പോൾ ഗംഗാദേവി ഭീഷ്മനെ ശന്തനുവിനെ ഏൽപ്പിച്ചിട്ട് മുൻ ധാരണ പ്രകാരം ഗംഗാ നദിയിൽ അപ്രത്യക്ഷയായി. പിന്നീട് ശന്തനു മഹാരാജാവ് 2ാമത് വിവാഹം കഴിയുന്നത് സത്യവതിയായിരുന്നു. സത്യവതിയിൽ ശന്തനു മഹാരാജാവിന് 2 പുത്രന്മാരുണ്ടായി, ചിത്രാംഗതനും വിചിത്രവീരനും. ചിത്രാംഗതൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. വിചിത്രവീരൻ വിവാഹശേഷവും. വിചിത്രവീരൻ്റെ ഭാര്യമാരായിരുന്നു അംബികയും അംബാലികയും. വിചിത്രവീരൻ മരിക്കുമ്പോൾ ഇവർക്ക് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ശന്തനുവിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സത്യവതിയെ വളർത്തിയത് ഒരു മുഖവനായിരുന്നു. അന്ന് അവളുടെ പേര് മത്സ്യഗന്ധി എന്നായിരുന്നു. ഒരു ശാപം കാരണം മത്സ്യത്തിൻ്റെ ദുർഗന്ധമുള്ള അവളെ ആരും വിവാഹം കഴിക്കുവാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെയിരിക്കെ പരാശര മഹർഷിയെ നദിയുടെ അക്കരയ്ക്ക് തോണിക്കാരിയായ മത്സ്യഗന്ധി കൊണ്ടുപോകുമ്പോൾ പരാശര മഹർഷിക്ക് മത്സ്യഗന്ധിയോട് അനുരാഗം തോന്നുകയും മത്സ്യഗന്ധിക്ക് ഒരു പുത്രനെ നൽകി അനുഗ്രഹിക്കുക മാത്രമല്ല സൗന്ദര്യവും സുഗന്ധവും കന്യാത്വവും നൽകി പരാശര മഹർഷി അനുഗ്രഹിച്ചു. പരാശര മഹർഷിയിൽ മത്സ്യഗന്ധിക്കുണ്ടായ പുത്രനാണ് വ്യാസൻ. അമ്മയ്ക്ക് എപ്പോൾ എന്ത് സഹായം വേണമെങ്കിലും എന്നെ സ്മരിച്ചാൽ ഞാൻ വന്നുകൊള്ളാം എന്ന് പറഞ്ഞ് വ്യാസൻ താപസവൃത്തിക്കായി വനത്തിലേക്ക് പോയി. അങ്ങനെ വിചിത്രവീരൻ്റെ അർദ്ധ സഹോദരൻ കൂടിയാണ് വ്യാസൻ. രാജവംശ പരമ്പര നിലനിർത്താൻ സത്യവതി വിചിത്രവീരൻ്റെ വിധവകളായ ഭാര്യമാരിൽ പുത്രോത്പാദനം നടത്തുവാൻ വ്യാസനോട് അഭ്യർത്ഥിച്ചു. വ്യാസനിലൂടെ അംബികയ്ക്ക് ധൃതരാഷ്ട്രൻ എന്ന പുത്രനുണ്ടായി. വ്യാസനെ സ്വീകരിച്ചപ്പോൾ കണ്ണുകൾ അടച്ചതുകൊണ്ട് ധൃതരാഷ്ട്രൻ ജന്മന അന്ധനായി തീർന്നു. അംബാലികയ്ക്ക് വ്യാസനിലൂടെ പാണ്ഡു എന്ന പുത്രനുണ്ടായി. അംബാലിക വ്യാസനെ സ്വീകരിച്ചപ്പോൾ പേടിച്ച് വിളറിയതുകൊണ്ട് മകൻ പാണ്ഡുള്ളവനായി തീർന്നു. അങ്ങനെ പാണ്ഡു എന്ന പുത്രനെ അംബാലികയും സ്വീകരിച്ചു. ധൃതരാഷ്ട്രൻ വളർന്നപ്പോൾ ഗാന്ധാരിയെ വിവാഹം കഴിച്ചു. ഭർത്താവിനോടുള്ള ബഹുമാനാർത്ഥം ഗാന്ധാരി തുണി കൊണ്ട് കണ്ണുകൾ മൂടികെട്ടി സ്വയം അന്ധത സ്വീകരിച്ചു. അവർക്ക് 100 മക്കളുണ്ടായി. അവർ കൗരവർ എന്ന പേരിൽ അറിയപ്പെട്ടു. കൗരവരിലെ മൂത്തവനായിരുന്നു ദുര്യോധനൻ. പാണ്ഡുവിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, കുന്തിയും മാദ്രിയും. കുന്തി ശ്രീകൃഷ്ണൻ്റെ അച്ഛൻ വസുദേവരുടെ സഹോദരിയായിരുന്നു. ഒരിക്കൽ പാണ്ഡുവിന് നായാട്ടിനിടയിൽ ഉണ്ടായ അബദ്ധത്തെ തുടർന്ന് ഒരു മുനിയുടെ ശാപം കിട്ടി. സ്ത്രീകളെ പുണർന്നാൽ തൽക്ഷണം മരിക്കുമെന്നായിരുന്നു ശാപം. അതുകൊണ്ട് പാണ്ഡുവും ഭാര്യമാരും മക്കളില്ലാതെ വിഷമിച്ചു. അങ്ങനെയിരിക്കെ പാണ്ഡുവിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തനിക്ക് ഒരു മഹർഷിയിൽ നിന്നും ഏത് ദേവന്മാരിൽ നിന്നും മക്കളുണ്ടാകാനുള്ള 5 വരങ്ങൾ ലഭിച്ചുവെന്ന് കുന്തിദേവി പാണ്ഡുവിനോട് വെളിപ്പെടുത്തി. ഇതറിഞ്ഞ പാണ്ഡു ദേവന്മാരിൽ നിന്നും പുത്രന്മാരെ സ്വീകരിക്കുവാൻ കുന്തിദേവിയെ നിയോഗിച്ചു. അപ്രകാരം പാണ്ഡുവിന് വേണ്ടി കുന്തി ധർമ്മദേവനെയും വായുദേവനെയും ഇന്ദ്രനെയും പ്രത്യക്ഷപ്പെടുത്തി യഥാക്രമം യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ എന്നീ പുത്രന്മാരെ സ്വീകരിച്ചു. പാണ്ഡുവിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഒരു മന്ത്രം മാദ്രിക്ക് നൽകുകയും മാദ്രി ഇരട്ടകളായ അശ്വിനി ദേവന്മാരെ പ്രീതിപ്പെടുത്തി നകുലൻ, സഹദേവൻ എന്നീ പുത്രന്മാരെ സ്വീകരിച്ചു. അവർ പഞ്ചപാണ്ഡവർ എന്നറിയപ്പെട്ടു. കുന്തിദേവിക്ക് പാണ്ഡുവിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കന്യകയായിരിക്കെ സൂര്യദേവനിൽ നിന്നും ഉണ്ടായ പുത്രനാണ് കർണൻ. മാനഹാനി ഭയന്ന് ശിശുവായ കർണനെ തൊട്ടിലിൽ കിടത്തി നദിയിൽ കുന്തിദേവി ഉപേക്ഷിച്ചു. ആ കുഞ്ഞിനെ ഒരു സൂതൻ എടുത്തു വളർത്തി. വളർന്നപ്പോൾ കർണൻ ദുര്യോധനൻ്റെ പ്രിയ മിത്രവും കൗരവരുടെ പ്രധാന യോദ്ധാവുമായി മാറി. ഒരിക്കൽ പാണ്ഡു ഒരു സ്വകാര്യ നിമിഷത്തിൽ തൻ്റെ ഭാര്യയായ മാദ്രിയെ പുണരുകയും തൽക്ഷണം മരിക്കുകയും ചെയ്തു. താൻ കാരണമാണ് ഭർത്താവ് മരിച്ചതെന്നോർത്ത് മാദ്രി
സ്വയം ജീവത്യാഗം ചെയ്തു. അങ്ങനെ 5 പാണ്ഡവരും 100 കൗരവരും ഒരുമിച്ച് പഠിച്ചു വളർന്നു. ദ്രോണരും കൃപരുമായിരുന്നു 2 കൂട്ടരുടെയും ഗുരുക്കന്മാർ. പാണ്ഡവരിലും കൗരവന്മാരിലും വെച്ച് എല്ലാ വിദ്യകളിലും സമർത്ഥൻ അർജുനനായിരുന്നു. സകല മേഖലകളിലും ചെറുപ്പം മുതലേ പാണ്ഡവരോട് പരാജയപ്പെട്ടുകൊണ്ടിരുന്ന ദുര്യോധനനും കൗരവന്മാർക്കും ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരനോടും അനുജന്മാരോടും കടുത്ത പകയും ശത്രുതയും അസൂയയും വർദ്ധിച്ചു വന്ന് പാണ്ഡവരെ കൊലപ്പെടുത്തുവാൻ അവർ പദ്ധതിയിട്ടു. അരക്കുകൊണ്ടുള്ള കൊട്ടാരം നിർമ്മിച്ച് പാണ്ഡവരെയും കുന്തിയെയും അരക്കില്ലത്തേക്ക് ക്ഷണിച്ച് അഗ്നിക്കിരയാക്കി കൊലപ്പെടുത്താനായിരുന്നു ദുര്യോധനൻ്റെ പദ്ധതി. ഭാഗ്യവശാൽ അരക്കില്ലത്തെ അഗ്നിയിൽ നിന്നും രക്ഷപ്പെട്ട പാണ്ഡവരും കുന്തിദേവിയും ബ്രാഹ്മണവേഷം ധരിച്ച് പാഞ്ചാലദേശത്തേക്ക് രക്ഷപ്പെട്ടു. അങ്ങനെയിരിക്കെ പാഞ്ചാലദേശത്തെ രാജാവായ ദ്രുപദൻ തൻ്റെ സുന്ദരിയായ മകൾ ദ്രൗപദിക്ക് വേണ്ടി ഉത്തമനായ വരനെ തേടി സ്വയംവര വിളംബരം നടത്തി. ദ്രുപദൻ്റെ കൊട്ടാരത്തിലെ ഭീമാകാരമായ വില്ലുകുലച്ച് വിചിത്രമായ രീതിയിൽ അതിവേഗം കറങ്ങിക്കൊണ്ടിരിക്കുന്ന യന്ത്രമത്സ്യത്തിൻ്റെ കണ്ണിൽ അമ്പെയ്ത് ലക്ഷ്യം കാണുന്നയാൾക്ക് തൻ്റെ മകളെ വിവാഹം കഴിക്കാം എന്നായിരുന്നു വിളംബരം. പല ദേശത്തു നിന്ന് വന്ന രാജകുമാരന്മാർക്കും കൗരവന്മാർക്കും മത്സരത്തിൽ ജയിക്കാൻ സാധിച്ചില്ല. കർണൻ വില്ലുകുലച്ചെങ്കിലും ദ്രൗപദി കർണനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്നറിയിച്ചു. അർജുനൻ നിഷ്പ്രയാസം വില്ലുകുലക്കുകയും ലക്ഷ്യം കാണുകയും ദ്രൗപദിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. പാണ്ഡവർ 5 പേരും കൂടി ദ്രൗപദിയുമായി തിരികെ വീട്ടിലെത്തിയപ്പോൾ 5 പേർക്കും കൂടി എന്തോ വിശിഷ്ടമായ ഭിക്ഷ ലഭിച്ചെന്ന് തെറ്റിദ്ധരിച്ച് കുന്തിദേവി അവരോട് നിങ്ങൾക്ക് എന്താണോ കിട്ടിയത് അത് തുല്യമായി പങ്കിട്ടെടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ദ്രൗപദി 5 പേരുടെയും ഭാര്യയായി തീർന്നു. അതിനിടയിൽ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള ശത്രുത വർദ്ധിച്ച് അതിൻ്റെ മൂർധന്യത്തിലെത്തി. അസൂയയും അഹങ്കാരവും ദുർബുദ്ധിയും അധികാര മോഹവും കാരണം ദുര്യോധനൻ തൻ്റെ ദുഷ്ടനായ അമ്മാവനുമായി ആലോചിച്ച് യുധിഷ്ഠിരനെ ചൂതുകളിക്ക് ക്ഷണിച്ചു. ദുർബുദ്ധിയായ അമ്മാവൻ ശകുനി യുധിഷ്ഠിരനെ കള്ളച്ചൂതിലൂടെ പരാജയപ്പെടുത്തി. യുധിഷ്ഠിരന് രാജ്യവും സഹോദരങ്ങളും ഭാര്യയും ചൂതുകളിൽ പണയം വെച്ച് നഷ്ടമായി. എല്ലാം നഷ്ടപ്പെട്ട പാണ്ഡവരോട് 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും വിധിച്ചു. വനവാസം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ പാണ്ഡവർക്ക് അവരുടെ രാജ്യം തിരിച്ചു നൽകാമെന്ന് ദുര്യോധനൻ വാക്കുകൊടുത്തു. പാണ്ഡവർ 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും വിജയകരമായി പൂർത്തിയാക്കി തിരികെ ഹസ്തിനപുരയിലേക്ക് വന്ന് തങ്ങൾക്ക് അർഹതപ്പെട്ട രാജ്യം തിരികെ ചോദിച്ചപ്പോൾ ദുർബുദ്ധിയായ ദുര്യോധനൻ രാജ്യം തിരിച്ചു നൽകാൻ സാധ്യമല്ലെന്ന് പാണ്ഡവരെ അറിയിച്ചു. സൂചി കുത്താൻ പോലും സ്ഥലം തരില്ലെന്ന് ദുര്യോധനൻ പാണ്ഡവരെ അറിയിച്ചു. അങ്ങനെ അനിവാര്യമായ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു. യുദ്ധത്തിനു മുമ്പ് പാണ്ഡവർക്ക് വേണ്ടി അർജുനനും കൗരവർക്ക് വേണ്ടി ദുര്യോധനനും ശ്രീകൃഷ്ണൻ്റെ സഹായം തേടി ദ്വാരകയിലേക്ക് പോയി. കൊട്ടാരത്തിൽ ഉറങ്ങുകയായിരുന്ന ശ്രീകൃഷ്ണൻ്റെ തലയുടെ അടുത്ത് ദുര്യോധനനും തൃപ്പാദങ്ങളുടെ അരികെ അർജുനനും കാത്തുനിന്നു. ഉറക്കമുണർന്ന ശ്രീകൃഷ്ണൻ ആദ്യം അർജുനനെയും പിന്നീട് ദുര്യോധനെയും കണ്ടു. 2 കൂട്ടരും യുദ്ധത്തിൽ തങ്ങളുടെ പക്ഷത്ത് നിൽക്കുവാൻ ശ്രീകൃഷ്ണനോട് അഭ്യർത്ഥിച്ചു. ഇത് കേട്ട് കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു പക്ഷത്തിന് എന്നെ സ്വീകരിക്കാം, പക്ഷേ ഞാൻ ആയുധമെടുക്കുകയോ യുദ്ധം ചെയ്യുകയോ ചെയ്യില്ല. മറുപക്ഷത്തിന് എൻ്റെ ശക്തമായ സൈന്യത്തെ സ്വീകരിക്കാം. ആദ്യം അവസരം ലഭിച്ച അർജുനൻ ഒട്ടും മടി കൂടാതെ സാക്ഷാൽ ശ്രീകൃഷ്ണനെ തൻ്റെ ഭാഗത്ത് സ്വീകരിച്ചു. ദുര്യോധനൻ ശ്രീകൃഷ്ണൻ്റെ ശക്തമായ സൈന്യത്തെയും സ്വീകരിച്ചു. ശ്രീകൃഷ്ണൻ പലപ്പോഴും ദ്വാരകയിൽ നിന്ന് ഹസ്തിനപുരിയിലേക്ക് യുദ്ധം ഒഴിവാക്കുവാൻ ധൃതരാഷ്ട്രരോടും കൗരവരോടും ദുര്യോധനോടും ചർച്ച നടത്തിയെങ്കിലും അതെല്ലാം അവർ നിരാകരിച്ചു. അധികാര ഗർവ്വ ബാധിച്ച ദുർബുദ്ധിയായ ദുര്യോധനൻ ശ്രീകൃഷ്ണൻ്റെ എല്ലാ ശ്രമങ്ങളെയും നിരാകരിച്ചുകൊണ്ട് അവർക്ക് അർഹമായ രാജ്യം തിരികെ നൽകില്ലെന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണനെ പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തു. അങ്ങനെ അനിവാര്യമായ മഹാഭാരത യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു. കുരുക്ഷേത്രത്തിൽ പാണ്ഡവരുടെയും കൗരവരുടെയും 2 മഹാസൈന്യങ്ങൾ മുഖാമുഖം അണിനിരന്നു. ശത്രുപക്ഷത്ത് തൻ്റെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും കണ്ട് വിഷമാവസ്ഥയിലായ അർജുനനെ ശ്രീകൃഷ്ണൻ വിശ്വപ്രസിദ്ധമായ ഭഗവത്ഗീതയും ക്രിയായോഗയും ഉപദേശിച്ചു. അങ്ങനെ യുദ്ധം തുടങ്ങി. 18 ദിവസം നീണ്ടുനിന്ന അതിഘോരമായ മഹാഭാരത യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ്റെ സഹായത്തോടെ പാണ്ഡവസേന കൗരവസേനയെ സർവനാശം വരുത്തി സമ്പൂർണ്ണമായി പരാജയപ്പെടുത്തി. പാണ്ഡവർ വിജയിച്ചു. യുദ്ധാനന്തരം
യുധിഷ്ഠിരൻ്റെ കീഴിൽ 36 വർഷം പാണ്ഡവർ സർവ്വ ഐശ്വര്യങ്ങളോടെയും രാജ്യം ഭരിച്ചതിന് ശേഷം താപസവൃത്തിക്കായി ഹിമാലയത്തിലേക്ക് പോയി സ്വർഗം പുലുകി. 1,00,000 ശ്ലോകങ്ങളുള്ള മഹാഭാരത സാഗരത്തെ കടഞ്ഞെടുത്ത അമൃതാണ് ഭഗവത്ഗീത. 700 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീതയെ കടഞ്ഞെടുത്ത മഹാവിദ്യയാണ് ക്രിയായോഗ വിദ്യ. അങ്ങനെയുള്ള ക്രിയായോഗ വിദ്യ ഒരു ഗുരുവിൽ നിന്ന് പഠിക്കേണ്ടതാണ്. ക്രിയായോഗയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാകും. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ ഫുല്ലാരവിന്ദയദപത്രനേത്ര യേന ത്വയാ ഭാരതത്തൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ. ഹരി ഓം തത്സത്.